നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: യേശു താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും എത്ര പേര് വീതമാണ് തനിക്കു മുമ്പേ അയച്ചത്? ഉത്തരം: 2 പേരായി. അത് 10-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: കൊരാസീൻ നിനക്കു ദുരിതം, ബെത്സയിദ നിനക്കു ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ എവിടെയൊക്കെ നടന്നിരുന്നെങ്കിൽ അവർ പശ്ചാത്തപിക്കുമായിരുന്നുവെന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: ടൈറിലും സീദോനിലും. അത് 10-ാം അധ്യായം 13-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ആരെക്കുറിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞത്? ഉത്തരം: കഫർനാമിനെ കുറിച്ച്. അത് 10-ാം അധ്യായം 15-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കർത്താവ് ഇത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: 72 പേരോട്. അത് 10-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാരോട്. അത് 10-ാം അധ്യായം 23-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇത് ആരോട് ചോദിച്ചു? ഉത്തരം: നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചു. അത് 10-ാം അധ്യായം 25-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: നല്ല ശമരിയക്കാരൻ്റെ ഉപമ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏതധ്യായം ഏതു മുതൽ ഏതുവരെയുള്ള വാക്യത്തിലാണ് നാം കാണുന്നത്? അത് 10-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. എട്ടാമത്തെ ചോദ്യം: മറിയത്തിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം: മാർത്ത. അത് 10-ാം അധ്യായം 39-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തന്നെയേ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? ഇത് ആരോട് പറഞ്ഞു? ഉത്തരം: മാർത്ത യേശുവിനോട് പറഞ്ഞു. പത്താമത്തെ ചോദ്യം: ആര് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നാണ് കർത്താവ് മാർത്തയോട് പറഞ്ഞത്? ഉത്തരം: മറിയം. ഇത് 10-ാം അധ്യായം 42-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്